ഇനി നമ്മുടെ താരയുടെ കാര്യം. അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ളൊരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവൾ ഇങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പോൾ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസാജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പൊ ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്. ദിസ് മൊമെന്റ് ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്സ്. മോളെ അന്നമ്മേ, അമ്മച്ചെ കാണാനില്ല. ഇരിക്കേ ഇവിടെ. ഇപ്പൊ കാണാവോ മോളെ? നീ എന്താ മോളെ ഇനിയും വരാത്തെ? ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മച്ചി. എന്തായാലും വന്നതല്ലേ. അതാ നല്ലത്. കാണാൻ കുറെ നല്ല സ്ഥലങ്ങളുള്ള രാജ്യമല്ലേ. എന്നാലും നീ എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ല അമ്മച്ചി. ഞാൻ ഇവിടെ ഒരു കോട്ടേജിലേക്ക് താമസം മാറ്റി. ഇവിടെ എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരോ? ഒന്ന് വരാമോ? ഇതാണ് ഒരാള്, താര. ഹായ്. മോളവിടെ ജോലി എടുക്കുവാണോ? I am a massage therapist. മോളെ ഞങ്ങൾ പിന്നെ വിളിക്കാം. ഓക്കേ അമ്മച്ചി. ബൈ. ബൈ. கிட்டத்தட்ட எல்லா தினமும் இதுதான். நல்லா நினச்சி நிற்கிற பசங்களை எல்லாம் கனவுதான் காணும். என் விதியால் இப்படிப்பட்ட பசங்க தான். ப்ளீஸ் சார், e-tips are not allowed on the massage table. തിമിരി പാറ് ഒന്ന് ഒറ്റന ഗാലി ആയിടൂ. What happened, sir? What's happening? Sir? What the hell did you do? I don't know, sir. He started coughing all of a sudden. Do something, otherwise you'll end up in the prison. ഇയാളുടെ തൊണ്ടയിൽ നട്സ് കുടുങ്ങിയതായിരിക്കും. Hey, what are you doing? Get away from him right now. Please, sir. She's trained nurse. She can help. You saved not only her job, but the goodwill of the hotel too. Thank you very much. ചന്ദിന്റെ അപ്പൻ. യെസ് ഡാർലിംഗ്. വാ, കേറി വാ. വാന്നേ. താടിയൊക്കെ പശു നക്കിയ പോലെ. വേഗം തോർത്തിക്കോ, ഇല്ലെങ്കിൽ പനി വരും. എന്നാ ഇന്തോനേഷ്യക്കാരത്തിൽ അടി കിട്ടിയിട്ട് പതുരുടെ തലയുടെ കിളി പോയി. നിങ്ങളോടൊക്കെ മര്യാദയ്ക്ക് ഒരു നന്ദി പറയാൻ പോലും പറ്റിയില്ല. യോ, അങ്ങനല്ല. അതെന്റെ കയ്യിലിരിപ്പിന് എന്റെ സ്വന്തം ചേട്ടൻ എന്നെ തല്ലിയതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വന്തം പെങ്ങളെ പോലെ നോക്കിയില്ലേ എന്റെ അന്നമ്മേ. എന്ത് നിന്റെ അന്നമ്മേ? അതെ ടോണിക്കുട്ട,
വൈകിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി. റോമേ, എൻ്റെ അന്നമ്മേ. എനിക്ക് എൻ്റെ അന്നമ്മയെ തിരിച്ചു വേണം. അതെ, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ചേട്ടാ, പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാലൊടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മീശി ചേട്ടാ, എന്തോ. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടാ, മര്യാദയ്ക്ക് അപ്പനും അമ്മച്ചിയും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടോമാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നേ. എന്നാ ചിക്കൻ വേണ്ട, അതെന്നാ? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടം മച്ചാൻ അന്നമ്മ കിட்ட കട്ട പോസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ സ്കൂട്ടായത്. മച്ചാനെ, അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ചാ ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരെടുക്ക് നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി. എടാ, നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ലേ? ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ, അവക്കേ എന്താണെന്ന് എന്താണെന്നാ? Come on, Chandi. I want to make love. No, we already 3 no. Hey, one more, please. Oh no, please. Hey, come on, Chandi. 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? ഒന്നുമില്ല. പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശ്. ഇവിടെ ഒന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയേ. ഞാൻ ഈ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ എന്നൊക്കെ പറയുമ്പോ നടക്കണ. ഈടാ, അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാൻ, ഈ 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി, വിട്ടോടാ. അപ്പന്റെ പ്രശ്നങ്ങളൊക്കെ അക്കടിയിലെന്ന് മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണല്ലേ ചലിക്ക് ചാണ്ടി. ചാടിക്കാനും പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ മുന്നേ വെറുതെ പറഞ്ഞായിരിക്കും. അതല്ലേ? ഒന്നുമില്ല, ഞാന് പിന്നെ But chicken ഒരു ടേസ്റ്റ് യമ്മി പൊളിച്ച്. You should have seen his മോന്ത. അവനെന്ത് സൈസ് പൊട്ടാണ്. ആ സണിച്ച നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ത ഇതാ വേണോ? സണ്ണിച്ച, നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. ബട്ട് ഇവന്റെ ചേട്ടൻ ലീവ് തരണില്ല. Who knows ബാലി better than you സണ്ണിച്ച? അണമയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്നു നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയില്. എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ, പറയുന്നുണ്ടൊന്നും തോന്നരുത്.
അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ടാ. ഹലോ ജോജി കുട്ടാ, ചാടി ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബനിയനും. എടാ, സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ അവിടെ ഒരു പുഴയിൽ കുറെ ആണുങ്ങളുടെ കൂടെ കുളിക്കുന്നത് ഞാൻ കണ്ടു. എന്നോർത്തേ, എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, അവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കുടിച്ചിടാ കേട്ടോ? കേട്ടു. എന്നാ ഫോൺ വെക്കണം. വെച്ചു. കുരുട്ടടയ്ക്കും. വേണ്ടായിരുന്നു.